കർത്താവിന്റെ കൃപയാല് നമ്മുടെ ക്ലാസ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്ന വിഷയമാണ് നമ്മൾ ഈ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു വേദഭാഗം നമുക്ക് വീണ്ടും വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 20 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. 1 Corinthians chapter 15 verses from 20 to 24. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ട് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് എല്ലാ താങ്ക് യു. അന്നേരം നമ്മൾ വിശുദ്ധന്മാർ എന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധന്മാർ 2 ഗണത്തിലുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കൂടെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ റിവിഷൻ എടുത്തങ്ങ് മുന്നോട്ട് പോവുകയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ, അത്രയും കാര്യം മനസ്സിലിരിക്കണം. വിശുദ്ധന്മാരെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം: ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സെയിൻസ്. പ്രധാനമായി 3 വിധത്തിലുള്ള പുനരുത്ഥാനമുണ്ട്. പല നിലകളിൽ അതിൽ കൂടുതലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. എങ്കിലും ഞാൻ അതിന്റെ സബ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. പ്രധാനമായും പുനരുത്ഥാനത്തെ നമുക്ക് 3 നിലയിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്ന്, മരിച്ചവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. രണ്ടാമത്, പഴയ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. മൂന്നാമത്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. ഈ 3 കാര്യങ്ങൾ ഓർക്കണം. പുനരുത്ഥാനത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. 1, ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. 2, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. 3, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നൽകിയിരിക്കുന്നത് 1-ാം പുനരുത്ഥാനം എന്നാണ്. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് യോഹന്നാൻ അപ്പോസ്തലൻ നൽകിയിരിക്കുന്ന പേര് ഫസ്റ്റ് റിസറക്ഷൻ, 1-ാം പുനരുത്ഥാനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും പരിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ അവൻ വിശുദ്ധനാണ്, ഭാഗ്യവാനാണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദുഷ്ടനും ഒരവിശ്വാസിയും 1-ാം പുനരുത്ഥാനത്തിന്റെ ഗണത്തിൽ വരികയില്ല. വിശുദ്ധന് മാത്രമുള്ളതാണ് 1-ാം പുനരുത്ഥാനം. അതൊരു ഭാഗ്യ പദവി തന്നെയാണ്. പൗലോസ് പറയുകയാണ്, ഓരോരുത്തൻ താന്താന്റെ നിരയിലാണ്, അല്ലെങ്കിൽ നിരയെന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, സംഘം താന്താന്റെ നിരയിലാണ് ഉയർക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 39-40 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ.
പഴയ വിശുദ്ധന്മാരെ കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമുക്കറിയാം, ഹാബേൽ മുതൽ ഇങ്ങനെ യോഹന്നാൻ സ്നാപകൻ വരെ പഴയ നിയമ വിശുദ്ധന്മാരുടെ വലിയൊരു ഗണമുണ്ട്. അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ വിശ്വാസത്താൽ ജീവിച്ചു, വിശ്വാസത്താൽ യാഗമർപ്പിച്ചു. അവർ ഏത് കർമ്മം ചെയ്താലും ക്രിസ്തുവിനെ മുന്നിൽ കണ്ടാണ്, മശിഹ വരുമെന്നുള്ള ചിന്തയിലാണ് അവരെല്ലാം ചെയ്തത്. 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നമ്മുടെ കെയർ ഓഫിൽ പഴയ വിശുദ്ധന്മാർക്ക് രക്ഷയുടെ ഒരു പൂർത്തീകരണമുണ്ട്. നമ്മള് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാണ് നമ്മളത് സ്വായത്തമാക്കുന്നത്. എന്നാൽ പഴയ വിശുദ്ധന്മാർ അവർ ഒരു കാളയെ യാഗത്തിന് കൊണ്ടുവരുമ്പോൾ, ഒരാടിനെ കൊണ്ടുവരുമ്പോൾ, ഒരു പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളെ വീണ്ടെടുക്കുന്ന സാക്ഷാൽ യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഒരു മശിഹ വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വാസത്താൽ അവർ യാഗമർപ്പിച്ചു. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, ആരാണ് ക്രിസ്തുവിൽ മരിച്ചത്? പുതിയ നിയമ വിശുദ്ധന്മാർ മാത്രമല്ല, വരാൻ പോകുന്ന മശിഹയെ മുന്നിൽ കണ്ടുകൊണ്ട് യാഗമർപ്പിച്ച പഴയ നിയമ വിശുദ്ധന്മാരും അതിനകത്തുണ്ട്. പക്ഷെ അവർ ഒരിക്കലും സഭയുടെ അംഗങ്ങളല്ല, മണവാട്ടി സഭയുടെ ഭാഗവാക്കല്ല അവര്. മണവാളനും മണവാട്ടിക്കും തോഴീതോഴന്മാരുള്ളതുപോലെ, സ്തോത്രം, കർത്താവായ ക്രിസ്തുവിന്റെയും ദൈവസഭയുടെയും അല്ലെങ്കിൽ മണവാട്ടിയുടെയും തോഴീതോഴന്മാരായി പഴയ വിശുദ്ധന്മാരെ തിരുവചനത്തിൽ കൂടെ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിനു സ്തോത്രം. അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാട്ട്. സ്തോത്രം. ഇനി വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് 2 പാർട്ടുണ്ട്. ഏതെങ്കിലും ഡിവൈസ് മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി മ്യൂട്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ക്യാമറയൊക്കെ ഓൺ ചെയ്തിരിക്കുവാണെങ്കിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ തക്കവണ്ണം തീരും. പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവര് കുഴപ്പമില്ല. സ്തോത്രം. അതിന് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് ഒരു 2ാമതൊരു ഭാഗമുണ്ട്. അതൊന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 20-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നതിന് മുൻപ് 4ഉം 5ഉം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. 4ഉം 5ഉം വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. മരിച്ചവരിൽ ഒരു മിനിറ്റ്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ഞാൻ ഈ ബൈബിളിലെ വാക്യം അതുപോലെ അങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചാണ്ട്. അവർ ജീവിച്ചു. ആരെ? നെറ്റിമേലും കൈമേലും അന്തിക്രിസ്തുവിനെ മുദ്രയേൽക്കാത്തവർ, തല ഛേദിക്കപ്പെട്ടവർ. എപ്പോഴത്തെ കാര്യം ഈ പറയുന്നേ? കർത്താവ് വന്നു കഴിയുമ്പോൾ ഭൂമിയിൽ 7 വർഷം മഹോപദ്രവ കാലഘട്ടമുണ്ട്. അന്തിക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ ഭരിക്കും. ആ സമയത്ത് ധാരാളം ആളുകളുടെ തല ഛേദിക്കപ്പെടും.
666 എന്നുള്ള മുദ്ര പതിക്കാൻ വിസമ്മതിക്കുന്നവരെല്ലാം ഒറ്റപ്പെടുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്യും. അവരെ കുറിച്ച് പറയുകയാണ്, അവർ ജീവിച്ചെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അവരെപ്പോഴാ ജീവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് 2 വശമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രഹസ്യവരവും പരസ്യവരവും. രഹസ്യവരവും മധ്യാകാശത്തിലാണ്. അത് സഭയ്ക്ക് വേണ്ടിയാണ്, വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ പരസ്യവരവ് ഭൂമിയിലേക്ക് വരുന്നതാണ്, വിശുദ്ധന്മാരോട് കൂടെ വരുന്നതാണ്. മനസ്സിലായോ? അന്നേരം കർത്താവിന്റെ രഹസ്യവരവിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പരസ്യവരവിലും ഈ പറയുന്ന പോലെ മഹോദര കാലയളവിൽ തലഛേദിക്കപ്പെട്ടവര്, മുദ്രയേൽക്കാത്തവര് എല്ലാം എന്ത് ചെയ്യും? ജീവിച്ചെഴുന്നേൽക്കും. നമുക്കറിയാം, അതുകൊണ്ടാണ് താഴെ പറയുന്നത്, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവർ വിശുദ്ധരും ഭാഗ്യവാനുമാകുന്നു. സ്തോത്രം. ഇസ്രയേലിൽ കൊയ്ത്തുണ്ട്. അതുപോലെ കാലാപർക്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്ക് രൂത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. കൊയ്ത്തിന് പിന്നാലെ കാലാപെറുക്കുന്ന ഒരനുഭവമുണ്ട്. എന്ന് പറഞ്ഞ പോലെ മണവാട്ടി സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് മഹോദര കാലയളവിൽ പീഡനങ്ങളിൽ കൂടെ കടന്നുപോയി രക്തസാക്ഷികളായി തീർന്നവരാണ്. അവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. സ്തോത്രം. അതുകൂടെ ചേർത്താണ് 1-ാം പുനരുത്ഥാനം എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നേരം they lived and reigned with Christ 1000 years. അവർ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം വാണു എന്ന് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്രേ. എവരി മാൻ ഇൻ ഹിസ് ഓൺ ഓർഡർ. ആ ഓർഡർ അനുസരിച്ചാണ് പുനരുത്ഥാനമൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ക്രൈസ്റ്റ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ക്രിസ്തുവാണ് ഒന്നാമത് മരിച്ചവരിൽ ആദ്യഫലമായി തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റത്. ഒരു പഴയ നിയമത്തിലും ചിലരൊക്കെ ഉയർത്തിട്ടുണ്ട്. എലിയാവ്, ഏലീശ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. യേശു ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഇവരൊന്നും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റതല്ല. അവരൊക്കെ വീണ്ടും മരിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ചവരിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ സാധു കൊച്ചുഞ്ഞു ഉപദേശിച്ച് പാടിയത്, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ ജീവിക്കുന്നവനാണ്. രണ്ടാമത്, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അങ്ങനെ വേണം അത് വായിക്കാൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നമ്മൾ ആ ഭാഗം ചിന്തിക്കുകയാണല്ലോ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. നിങ്ങൾ സമയം പോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20 മുതൽ താഴോട്ട് വായിച്ചാൽ മതി. അതിനുശേഷം ആ ഭാഗം ഒന്നുകൂടി ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനും 2 വശങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എടുക്കണം. 20-ാം അധ്യായം 17-ാം വാക്യം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ആമേൻ. എന്താണ് മനസ്സിലാക്കേണ്ടത്? യേശു ക്രിസ്തു കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോ
മറിയയ്ക്ക് യേശു പ്രത്യക്ഷമായി. മറിയ ഓടിച്ചെല്ലുക, റബൂനി എന്നൊക്കെ പറഞ്ഞു ഓടിച്ചെന്നും പറഞ്ഞു, എന്നെ തൊടല്ലേ, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ കരേറി പോയിട്ടില്ല. അന്നേരം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ രഹസ്യമായ ഒരു ആരോഹണമുണ്ട്. അത് മനസ്സിലാക്കണം. എഫീസ് ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെ പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. പഴയ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിന് ഒരു ചേഞ്ച് നമ്മുടെ കർത്താവ് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അന്നേരം പിന്നെ നമ്മുടെ കർത്താവ് 11 ശിഷ്യന്മാർ കാണുക ഒലുമലയിൽ നിന്ന് പരസ്യമായി എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനിടയായിട്ട്. അന്നേരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് 2 വശങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് 2 വശങ്ങളുണ്ട്. അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 മേഘപ്രത്യക്ഷത, 2 പരസ്യ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷത മണവാട്ടി സഭയ്ക്ക് വേണ്ടി, പരസ്യ പ്രത്യക്ഷത സ്തോത്രം വിശുദ്ധന്മാരോട് കൂടെ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ച്. യൂദയുടെ ലേഖനം 1:15. യൂദ ഒരു അധ്യായമേ ഉള്ളൂ. 15-ാം വാക്യം വായിച്ചു. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവസഭയെ ചേർത്തുകൊണ്ടതിന് ശേഷം 7 വർഷം ഭൂമിയിലെ മഹോദ്രവ കാലഘട്ടം കഴിഞ്ഞ് ഒലുമലയിൽ വിശുദ്ധന്മാരുമായി വരുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം കൂടെ നിങ്ങൾ പിന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം അത് ഇടയായിത്തീരും. സ്തോത്രം. പിന്നെ 1 Corinthians 15:24 നമ്മൾ വായിക്കുന്നത്, പിന്നെ അവസാനം സ്തോത്രം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വലിയ വെള്ള സിംഹാസനം. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 20-ാം അധ്യായം 5-ാം വാക്യം ഒരാൾ വായിക്കണം, വേറൊരാൾ 12-ാം വാക്യം വായിക്കണം, 14-ഉം 15-ഉം വായിക്കണം. വെളിപ്പാട് 20:5, 12, 14, 15. മരിച്ചവർക്ക് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ആമേൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശേഷിച്ചുള്ള മരിച്ചവർ 1000 വർഷം ജീവിച്ചില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നു, ഇന്ന് ദൈവസഭ എടുക്കപ്പെടുന്നു, ഭൂമിയിൽ മഹോദരം ആരംഭിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരുന്നു. 1000 വർഷം യെരൂശലേമിനെ കേന്ദ്രമാക്കി കർത്താവ് ഭരിക്കുന്നു. അന്നേരം കർത്താവ് വന്ന് 1007 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നുള്ളൂ. അവരെ ഉയർത്തെഴുന്നേൽക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയല്ല, പിന്നെന്താണ്? നിത്യദണ്ഡനത്തിന് വേണ്ടിയാണ്. നിത്യനരകം. സ്തോത്രം. നിത്യനരകം. ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം,
പിന്നെ അവസാനം എന്ന് പറയുന്നത് there is no hope, there is no salvation. പ്രത്യാശ പിന്നില്ല, രക്ഷയില്ല. വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നുപെട്ട ഒരു മനുഷ്യനും പിന്നെ രക്ഷ പ്രാപിക്കുന്നില്ല. അതാണ് അന്ത്യ ന്യായവിധി എന്ന് പറയുന്നത്. ദുഷ്ടന്മാരുടെ പുനരുദ്ധാനം നിത്യദണ്ഡനമാണ്, നിത്യ നരകമാണ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. അതുകൊണ്ട് സകല ജഡവും ഉയർത്തെഴുന്നേൽക്കും. ഒരാമേൻ പറഞ്ഞാട്ട്. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റേ മതിയാകുള്ളൂ. സ്തോത്രം. ചിലർ നിത്യ അനുഗ്രഹത്തിനായും ചിലർ നിത്യ നരകത്തിനായിട്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കോണമിടയായിത്തീരും. ഇനി നമ്മൾ ഇന്ന് അടുത്തത് പഠിക്കുന്നത് പുനരുത്ഥാന ശരീരത്തെ കുറിച്ചാണ്. പലർക്കും ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ ഉയർക്കുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും? ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 15:44. 1 Corinthians chapter 15 verse 44. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ഒരു നിമിഷം ശ്രദ്ധിച്ചാട്ടെ. പുനരുത്ഥാനത്തിൽ ദൈവമക്കൾക്ക് ലഭിക്കുന്നത്, അല്ലെ നമുക്ക് ലഭിക്കുന്നത്, ദൈവസഭയ്ക്ക് ലഭിക്കുന്നത് ആത്മാവുള്ള ഒരു ശരീരമാണ്. 2 ശരീരങ്ങളെ കുറിച്ച് 44-ാം വാക്യത്തിലുണ്ട്. പ്രാകൃത ശരീരം, ആത്മീയ ശരീരം. മനസ്സിലായോ? നാച്ചുറൽ ബോഡി ആൻഡ് സ്പിരിച്വൽ ബോഡി. നമുക്ക് ലഭിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് ലഭിക്കുന്ന ശരീരം ആത്മീയ ശരീരമാണ്, സ്പിരിച്വൽ ബോഡിയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് വായിച്ചു വിട്ടെ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. ഒരു മിനിറ്റ്. ഹൗ ആർ ദ ഡെഡ് റൈസ്ഡ്? മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു? ഒന്നാമത്തെ ചോദ്യം, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു? രണ്ടാമത്തേത്, വിത്ത് വാട്ട് ബോഡി ഡു ദേ റിസറക്ട്? ഏതുവിധ ശരീരത്തോടു കൂടി ഉയർക്കുന്നു? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു? ബൈ ഗോഡ്സ് പവർ, ദൈവത്തിന്റെ ശക്തിയാൽ. പിതാവായ ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെയും ദൈവശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. അന്നേരം മരിച്ചവരെങ്ങനെ ഉയർക്കുന്നു? സ്തോത്രം. ദൈവശക്തിയാൽ അവർ ഉയർക്കുന്നു. 2, ഏതുവിധ ശരീരത്തോടുകൂടെയാണ്? ഒന്ന് വായിക്കാമോ? 37-ാം വാക്യം. 37-ാം വാക്യം. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കും. ഒരു ദൈവ പൈതൽ മരിച്ച് അടക്കപ്പെടുമ്പോൾ, മണ്ണിൽ അവനെ അടക്കം ചെയ്യുമ്പോൾ എഴുന്നേറ്റ് വന്ന അതേ ശരീരമല്ല, ഉണ്ടായിരുന്ന അതേ ശരീരമല്ല ഉയർക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞ കാര്യമാണ്. മൃതശരീരം മണ്ണിൽ വിതയ്ക്കുന്ന ഒരു വിത്തിന് സമാനമാണ്. നമുക്കറിയാം, ഒരു നെൽമണിയോ ഗോതമ്പ് മണിയോ അല്ലെ ഒരു ചക്കക്കുരുവോ ഒരു മാങ്ങാണ്ടിയോ ഒക്കെ മണ്ണിൽ വിതച്ചാൽ അത് കിളിർത്തു വരുന്നത് എങ്ങനെയാ? മാങ്ങാണ്ടിയായിട്ടാണോ?
നെൽമണിയായിട്ടാണോ? അല്ല, അതൊരു ചെടിയായിട്ടാ വരുന്നത്, ഒരു സസ്യമായിട്ടാ വരുന്നത്. ആ വിത്തുമായിട്ട് യാതൊരു ബന്ധവും അതിന് കാണുകയില്ല. എന്ന് പറഞ്ഞതുപോലെ ജഡം മണ്ണിൽ ഒരു വിത്തായിട്ട് മറവ് ചെയ്യുമ്പോൾ എന്റെ യേശുവിന്റെ കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നത് സ്തോത്രം ആത്മീയ ശരീരത്തോടുകൂടെ ആയിരിക്കും. സ്തോത്രം. ഞാൻ അതൊന്നുകൂടെ മനസ്സിലാക്കി തരാം. അംഗവൈകല്യമുള്ളവർ, വാർദ്ധക്യം ചെന്നവർ, രോഗികൾ, ഇവരൊക്കെ മരിച്ച് കഴിഞ്ഞ് കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരിക്കലും ആ ശരീരമല്ല അവർ പ്രാപിക്കുന്നത്. രാമൻ പറഞ്ഞാട്ട് സ്തോത്രം. സ്വർഗീയ ശരീരമാ പ്രാപിക്കുന്നത്, വിൺമയമായതാണ് പ്രാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പാടുമല്ലോ, വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരു തമാമ അവകാശം ലഭ്യമാക്കുവാൻ. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരു തമാമ അവകാശം ലഭ്യമാക്കുവാൻ തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ. പാട്ടുപാടും കൂട്ടരുമായി ഓടി ഓടി യുഗം വാഴാൻ പാടും ഞാൻ പരമേശനും സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനും സതതം. വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, അംഗവൈകല്യമില്ലാത്ത, ക്ഷയമില്ലാത്ത ഒരു ശരീരം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. രാമൻ പറയാമോ? ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആമേൻ. ആ 38ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ശ്രദ്ധിച്ചോണം. ദൈവദത്തമായ ഒരു ശരീരം തന്റെ വിശുദ്ധന്മാർക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. We will obtain the divine body, glorified body, immortal body. Jesus എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ സർവ അധികാരത്തിലും ഇഷ്ടത്തിലും നൽകപ്പെടുന്ന ശരീരം. വിൺമയമായ ശരീരം എന്ന് പറഞ്ഞാൽ എന്നാ? ആത്മീയ ശരീരം എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിന്റെ സർവ അധികാരത്തിലും ഇഷ്ടത്തിലും നൽകപ്പെടുന്ന ശരീരം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:2 വായിക്കാമോ? 1 യോഹന്നാൻ 3:2. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ആമേൻ. നമ്മുടെ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരത്തെ കുറിച്ച് ഒരു അറിവ് ഇപ്പൊ കിട്ടുന്ന മനസ്സിലാകുന്നു. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ ആയിത്തീരും. We will become like Jesus Christ. നമ്മൾ യേശു ക്രിസ്തുവായി തീരുമെന്നല്ല, യേശുവിനെ പോലെ ആയിത്തീരും. സ്തോത്രം. നമുക്ക് സ്വർഗീയമായ ഒരു ശരീരം ലഭിക്കുവാൻ തക്കോണം ഇടയായിത്തീരും.
ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ആത്മാവിന് തികച്ചും അനുയോജ്യമായ ശരീരമായിരിക്കും. ഉദാഹരണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ശരീരമല്ല നോഹ ബ്രദർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നത്. ഓരോ വ്യക്തിക്കും അവർക്ക് അനുയോജ്യമായ സ്വർഗീയ ശരീരമായിരിക്കും ദൈവം കൊടുക്കുന്നത്. അതത് ശരീരം. അത് 41, 42 വാക്യങ്ങൾ വായിച്ചാട്ട്. ഇതെല്ലാം ബൈബിളിൽ തെളിവ് വെച്ചായി പറയുന്നത്. 41, 42 വായിക്കാം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മനുഷ്യരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ ശരീരങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ടായിരിക്കും. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെ തേജസ് വേറെയാണ്, അതിൻ്റെ ശോഭ വേറെയാണ്. എല്ലാവർക്കും എല്ലാ നക്ഷത്രത്തിനും ഒരേ ശോഭയല്ല, എല്ലാ ദൈവമക്കൾക്കും ഒരേ ശോഭയല്ല. ദൈവത്തിന് സ്തോത്രം. ചിലർക്കൊക്കെ സംശയമുണ്ട്, നാം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരീരം ഉണ്ടോന്ന്. ശരീരമില്ലാത്ത ഒരു ആത്മാവല്ല നമുക്കുള്ളത്, ശരീരത്തോടുകൂടി ആത്മാവാണ്. അത് ആത്മീയ ശരീരം തന്നെ, സ്പിരിച്വൽ ബോഡി എന്നാ പറയുന്നത്. നാച്ചുറൽ ബോഡിയുണ്ട്, സ്പിരിച്വൽ ബോഡിയുണ്ട്. പ്രാകൃത ശരീരമുണ്ട്, ആത്മീയ ശരീരമുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആത്മീയ ശരീരമാണ്. സ്തോത്രം. 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 42-ാമത്തെ വാക്യം ഒന്നുകൂടെ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ആമേൻ. ഏത് മനുഷ്യന്റെയും ശരീരം മണ്ണിൽ ഇഴുകിച്ചേരും. ദ്രവത്വമാകുന്ന മോർട്ടൽ ബോഡി, ഈ മൺമയമായത്, അഴുകുന്നത് ഈ ഭൂമിക്ക് വളമായി മാറും. എന്നാൽ ഉയർത്തെഴുന്നേൽക്കുന്നത് അദ്രവത്വത്തോടുകൂടാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതുപോലെ ഇമ്മോർട്ടൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്നാ, അല്ലെ അദ്രവത്വം എന്ന് പറഞ്ഞാൽ എന്നാ? ഇത്രേ ഉള്ളൂ. മരണത്തിനും ദ്രവത്വത്തിനും വിധേയമല്ലാത്ത ശരീരം. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് പിന്നെ മരണമില്ല. പിന്നെ ശരീരത്തിന് രോഗമോ ദുഃഖമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. സ്തോത്രം. അതാണ് മരണത്തിനും ദ്രവത്വത്തിനും വിധേയമല്ലാത്ത ശരീരമാണ് ഒരു വിശുദ്ധൻ പ്രാപിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭവുമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്നെ, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. സ്തോത്രം. അതിന് വിലയേറിയത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. എന്നാല് നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവർ നിത്യദണ്ഡനം അനുഭവിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് മരണമില്ലാത്തൊരു ശരീരം അവർക്കുണ്ടാകും. ദുഷ്ടന്മാരുടെ പുനരുത്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന ശരീരം എന്താണ്? മരണമില്ലാത്ത ദണ്ഡനം അനുഭവിക്കത്തക്ക ഒരു ശരീരമായിരിക്കും. ദണ്ഡനം അനുഭവിക്കൽ എന്ത് വേണം? ശരീരം ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം എടുത്തേ 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടവരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ
അഗ്നിഗന്ധങ്ങൾ ദണ്ഡനം അനുഭവിക്കും. ഉം. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. ഉം. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ദണ്ഡനം അനുഭവിക്കും, രാവും പകലും ഒരു സ്വസ്ഥതയുണ്ടായിരിക്കുകയില്ല. അന്നേരം ദണ്ഡനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ശരീരം വേണം. രാവും പകലും ഒരു സ്വസ്ഥത ലഭിക്കുകയില്ലെന്നും അതിനൊരു ബോഡി ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരം മഹത്വ ശരീരമായിരിക്കും, തേജസ് ധരിച്ച ശരീരം. നമുക്കറിയാമല്ലോ, മറുരൂപമലയിൽ യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് യേശുവിന് മാറ്റം സംഭവിച്ചു. ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ അത് അവിടെ സംഭവിക്കുക. എന്ത്? അവന്റെ മുഖം, നിങ്ങൾ മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം പിന്നെ വായിച്ചു. മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. മനസ്സിലായേ? സൂര്യനെ പോലെ ശോഭിച്ചെന്ന്. അതാണ് മഹത്വ ശരീരം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊക്കെ ദൈവം തരാൻ പോകുന്ന ഗ്ലോറി, ആ തേജസ് എന്താണെന്ന് അറിയത്തില്ല. വെറുതെ ഒന്നുമല്ല പാട്ടുകാർ പാടുന്നത്. ഞാൻ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈൻ അങ്ങ് പാടിവിടാം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ, അതെന്നാനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. നമ്മൾ കർത്താവിനെ എങ്ങനെ കാണുന്നത്? തേജസ്സിലാണ് കാണാൻ പോകുന്നത്. വിണ്മയമായ ശരീരം പ്രാപിച്ച ഒരു മനുഷ്യന് മാത്രമേ സൂര്യനെ പോലെ ശോഭിക്കുന്ന യേശുവിന്റെ മുഖം കാണാൻ കഴിയുകയുള്ളൂ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് നമ്മുടെ ശരീരം മഹത്വ ശരീരമായിരിക്കും. അടുത്തത് 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 43-ാം വാക്യം. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ആമേൻ. നമ്മൾ പല കാര്യവും ചിന്തിച്ചു. നമുക്ക് ലഭിക്കാൻ പോകുന്നത്, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പണ്ട് ഉണ്ടായ അതേ ശരീരമല്ല ഉയർക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവദത്തമായ ശരീരമായിരിക്കും ദൈവം നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വ അധികാരത്തിനും ഇഷ്ടത്തിലും നൽകപ്പെടുന്ന ശരീരമായിരിക്കും കർത്താവിന്റെ വരവെങ്കിൽ ലഭിക്കുന്നത്. സ്തോത്രം. അവരവരുടെ ശരീരത്തിന്റെ നിലവാരം അനുസരിച്ച് അനുയോജ്യമായ ഒരു ശരീരമായിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. കർത്താവ് തരുന്ന ശരീരം അദ്രവത്വമായ ശരീരമായിരിക്കും. അഞ്ചാമത് നമ്മൾ ചിന്തിച്ചു മഹത്വ ശരീരം. അതാണ് നമ്മൾ ചിന്തിച്ചത്. ഇപ്പോൾ 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടത് ശക്തിയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എന്നാ? ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടിട്ട് ശക്തിയിൽ ഉയർക്കുന്നു. ഉയർപ്പിന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. റോമ ഗവൺമെന്റിന്റെ മുദ്ര പൊട്ടിക്കുന്നതാണ് ഉയർപ്പിന്റെ ശക്തി. ഭയങ്കര കല്ലിനെ ഉരുട്ടി മാറ്റുന്നതാ ശക്തി. സ്തോത്രം. മരണത്തെ ജയിക്കുന്നതാണ് ഉയർപ്പിന്റെ ശക്തി. പാതാളത്തെ കീഴ്പ്പെടുത്തുന്നതാണ് ഉയർപ്പിന്റെ ശക്തി. അന്നേരം എന്താണ് അതിന്റെ അർത്ഥം? അത് ഭൗമിക നിയമങ്ങൾക്ക് വിധേയമായിരിക്കുകയില്ല. ശക്തിയുള്ള ശരീരത്തിൽ ഉയർക്കുക എന്ന് പറഞ്ഞാൽ ഭൗമിക നിയമങ്ങൾക്ക് വിധേയരായിരിക്കുകയില്ല. പിന്നെ അവന് ആശുപത്രി വേണ്ട, ഡോക്ടർ വേണ്ട,
ഭക്ഷണം വേണ്ട, അങ്ങനെ ഈ ഭൗമികമായ കാര്യങ്ങൾക്കൊന്നും ആ ശരീരമായിട്ട് ബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. ഉദാഹരണം യോഹന്നാൻ 20:26 യോഹന്നാൻ സുവിശേഷം 20:26. ശിഷ്യന്മാര് യഹൂദന്മാരെ പേടിച്ച് അടച്ചിട്ട മുറിയിലിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ എൻ്റെ യേശു അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഏത് അടച്ചിട്ട റൂമിലും പ്രവേശിക്കുവാൻ കഴിവുള്ള ശരീരമാണ് ശക്തിയുള്ള ശരീരം. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അതാ ഞാൻ പറഞ്ഞ ഭൗമിക നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ശരീരം. ഇപ്പൊ നമ്മൾ ഭൗമികമായ ശരീരം കൊണ്ടാ പോകുന്നത്. ഈ ലോകത്തിലെ നിയമങ്ങൾക്ക് നമ്മൾ അധീനരാണ്. സ്തോത്രം. നമ്മുടെ ഡോറ് തുറക്കാനുള്ള കീ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം വീടിനകത്ത് ആരുമില്ലെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് അകത്ത് കയറാൻ പറ്റുകയില്ല. മനസ്സിലായോ? കാറിന് ചാവി ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ എല്ലാ ഭൗതിക നിയമങ്ങളും നമ്മളെ ബാധിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഭൂമിയിലെ വാസം എന്ന് പറയുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇതൊന്നും അങ്ങനെയുള്ള വ്യക്തിയെ ബാധിക്കുകയില്ല. എന്തിനേറെ പറയുന്നു, നിങ്ങൾ നോക്കിയേ അപ്പോസ്തലർ പ്രവൃത്തി 1:11. എത്ര സിമ്പിളായിട്ടാണ് എൻ്റെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്യാൻ പറ്റുമോ? പറ്റിയല്ല. അതാണ് ശക്തിയുള്ള ശരീരം എന്ന് പറയുന്നത്. ശിഷ്യന്മാർ കാണുക എൻ്റെ യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഒരു ഭൗമിക നിയമവും അവനെ തടഞ്ഞില്ല, തടയാൻ പറ്റിയില്ല, പറ്റത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത് ആത്മീയ ശരീരമായിരിക്കും. 44-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മീയ ശരീരമായിരിക്കും. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഗലീല കടലിൽ കൂടെ സഞ്ചരിച്ചപ്പോ ശിഷ്യന്മാർ പേടിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 39, 42, 43 വാക്യങ്ങളൊക്കെ പിന്നെ വായിച്ചു. ശിഷ്യന്മാർ പേടിച്ചിട്ട് എന്നാ പറഞ്ഞത്? ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് ഇവര് അലറിക്കരഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനൊരു ശരീരമുണ്ട്. അത് ഭൗമിക നിയമങ്ങൾക്ക് അതീതമാണ്. അത് നമ്മൾ പഠിച്ചോണം. ദൈവത്തിന് സ്തോത്രം. ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. റിസറക്ഷൻ ഈസ് എ മിസ്റ്ററി. ഒരു മർമ്മമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട് 52-ാം വാക്യത്തിലുണ്ട്, 1 കൊരിന്ത്യർ 15:52, കർത്താവിന്റെ വരവിൽ എല്ലാവരും മരിക്കുകയില്ല. ഇന്നിപ്പോ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ദൈവം നമ്മളാരും മരിക്കുന്നില്ല. ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ മരിച്ച വിശുദ്ധന്മാരുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്ന രൂപാന്തരമാണ്, ടോട്ടൽ ചേഞ്ച്. സ്തോത്രം. ചിലർ കർത്താവിന്റെ വരവിൽ എല്ലാവരും മരിക്കുകയില്ല, ചിലർ ജീവനോടിരിക്കും, അവർ രൂപാന്തരപ്പെടും. പുനരുത്ഥാന ശരീരം, ഇനി മനസ്സിലാക്കേണ്ടത്, പുനരുത്ഥാന ശരീരം വ്യത്യസ്തമായിരിക്കുമെങ്കിലും നമ്മുടെ രൂപത്തോട് രൂപസാദൃശ്യമുള്ളതായിരിക്കും. പുനരുത്ഥാനം ചെയ്യുന്ന ദൈവമക്കൾ ബലഹീന ശരീരത്തോടുകൂടല്ല ഉയർക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും പരസ്പരം കണ്ടാൽ തിരിച്ചറിയാം. മനസ്സിലായോ? എല്ലാവരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണെങ്കിലും ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപസാദൃശ്യം ഓരോ മനുഷ്യർക്കും ദൈവം കൊടുക്കുവാനിടയായിത്തീരും. അതുകൊണ്ടല്ലേ ഫ്യൂണറൽ സർവീസൊക്കെ ധൈര്യത്തോട് പറയുന്നത്, കർത്താവിന്റെ വരവെങ്കിൽ നാം ഈ അപ്പച്ചനെ കാണും, ഈ സഹോദരനെ കാണും, ഈ സഹോദരിയെ കാണും എന്ന് പറയുന്നതിന്റെ കാരണം എന്നറിയാമോ?
ചുമ്മാതങ്ങ് പറഞ്ഞു വിടുകയല്ല. സ്തോത്രം. നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം ആ നിലവാരത്തിലുള്ളതാണ്. സ്തോത്രം. ഈ പുനരുത്ഥാനത്തെ കുറിച്ചൊരു പാട്ട് തന്നെ പൗലോസ് എഴുതിയിട്ടുണ്ട്. അത് ഹോശേയ പ്രവചനം അടിസ്ഥാനമാക്കിയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54 മുതൽ 57 വരെ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 54 മുതൽ 57 വരെ. എത്ര മനോഹരമായിരിക്കുന്ന ഒരു പാട്ടാ. വായിക്കാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 54, 55, 50 ഈ വാക്യങ്ങളിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1, പുനരുത്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. 2, മരണത്തിന്റെ വിഷമുള്ള നീക്കപ്പെട്ടിരിക്കുന്നു. 3, പാതാളത്തിന് അതിന്റെ ജയം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിജയം നമുക്ക് ക്രിസ്തുവിലൂടെ കൈവന്നിരിക്കുന്നു. ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ഒന്നുകൂടെ പറയാം. മരണം നീങ്ങി ജയം തരുന്നതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പുനരുത്ഥാനം. മരണത്തിന്റെ വിഷമുള്ള നീങ്ങിപ്പോകുന്നതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പുനരുത്ഥാനം. പാതാളത്തിന്റെ ജയം നഷ്ടപ്പെടുന്നതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പുനരുത്ഥാനം. എന്തിനേറെ പറയുന്നു? സ്തോത്രം. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ വിജയമാണ് വിക്ടറി എന്ന് ഉള്ളത്. സ്തോത്രം. ജയമെന്നുള്ളത്. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നുടെ ജയം എവിടെ എന്നുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടി ആരാധിക്കാറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അല്പം നേരത്തെ നിർത്തും. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സ്തോത്രം. എന്നാൽ ദുഷ്ടന്മാർ നിത്യമായ അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അവരും ഉയർത്തെഴുന്നേൽക്കുന്ന അദ്രവത്വത്തിൽ, അദ്രവിക്കാത്ത ശരീരത്തോടാ. എന്നാൽ വിശുദ്ധന്മാരുടെ ശരീരത്തിനുള്ള തേജസ് അവർക്കില്ല. അവരുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 66:24. യെശയ്യാവ് 66:24 ഒന്ന് വായിച്ച്. അവൻ പുറപ്പെട്ടു ചെന്ന് വായിച്ചോ. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. അവർ സകല ജഡത്തിനും അറത്തായിരിക്കും. നോക്കണം. ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നത് സകല ജഡത്തിനും അറപ്പായുള്ള ശരീരത്തോടു കൂടാ. അവരുടെ പുഴു ചാകുകയില്ല, അവിടെ തീ കെടുകയില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ ശരീരം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ശരീരമാണ്. ഭൗമിക നിയമങ്ങൾക്ക് അതീതമാണ് അവരുടെ ശരീരം. കോടാകോടി യുഗം കർത്താവിനോടൊത്ത് വാഴുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. ചേർന്ന് പറഞ്ഞാട്ടെ. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു പാട്ടിന്റെ ചില ഈരടികളിലൂടെ പാടാം. അതിനെ പ്രിയാഷിനെ ടീമിനെ ഞാൻ ക്ഷണിക്കുന്നതിന് ശേഷം സ്തോത്രം
ദൈവദാസന്മാരിലാരെങ്കിലും ഒരാള് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഞാനായി പാട്ടുപാടാൻ പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിന്തിനാം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിന്തിനാം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം അവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലോ നിശ്ചയം സൈന നിരയോ ഭീഷണിയായി മുൻപും പിൻപോ പിരിപ്പെടുമോ. ഭീകരമാം ചെങ്കടലോ നിശ്ചയം സൈന നിരയോ ഭീഷണിയായി മുൻപും പിൻപോ പിരിപ്പെടുമോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം എന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം എന്നുമേ. ശകരായ രാജാക്കളാം സിയോന് പോകും ശങ്ക വേണ്ട തിരി വേണ്ട ശക്തനെ നായക. ശങ്കരായ രാജാക്കളാം സിയോന് പോകും ശങ്ക വേണ്ട തിരി വേണ്ട ശക്തനെ നായക. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുകഴീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനമെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനമെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. അതെ നാലാമെന്ന അറിവ് നടകൊണ്ടല്ല. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അത് നിന്നെ കവിയുകില്ല. അതെ നാലാമെന്ന അറിവ് നടകൊണ്ടല്ല. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം കൂടാരത്തിൽ എന്നും പുകഴീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനമെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനമെന്നുമേ. Praise the Lord. ഫെയ്ത്ത് പാസ്റ്ററാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവിന് വിധിച്ചാല് അടുത്ത ക്ലാസ്സില്